ബിഗ് ബോസ് മലയാളം സീസൺ 2 മത്സരാർത്ഥിയ ശേഷം പ്രശസ്തി നേടിയ വ്യക്തിയാണ് രജിത് കുമാർ. സഹമത്സരാർത്ഥിയുടെ കണ്ണിൽ മുളക് തേച്ചതിന്റെ പേരിൽ 70 ദിവസം പിന്നിട്ടപ്പോൾ രജിത് കുമാർ ഷോയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. സിനിമാ അഭിനയവും മറ്റുമായി ഇപ്പോഴും ലൈംലൈറ്റിൽ രജിത് കുമാർ ഉണ്ട്. ഇപ്പോഴത്തെ രജിത് കുമാറിന്റെ പുതിയൊരു വീഡിയോയാണ് ചർച്ചയാകുന്നത്. രേണുസുതിക്കൊപ്പമുള്ള രജിത് കുമാറിന്റെ റാമ്പ് വാക്കിന്റെ വീഡിയോ ആണ്. ബിഗ് ബോസ് മലയാളം സീസൺ 6 മത്സരാർത്ഥിയായിരുന്നു സായി കൃഷ്ണയാണ് രജിത്തിനെ വിമർശിച്ചെത്തിയത്. ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം തൊട്ടുരുമ്മി അഭിനയിച്ചതിന് രേണുവിനെ പരിഹസിച്ച രജിത്ത് റാമ്പ് വാക്കിനിടയിൽ ചെയ്തതും അതുതന്നെയാണെന്ന് സായി കൃഷ്ണ പറയുന്നു. രേണുവിനൊപ്പം മീഡിയയോട് സംസാരിക്കുന്നതിനിടെ ഡബിൾ മീനിംഗ് കലർന്ന വാക്കുകൾ പറഞ്ഞതിനും സായി കൃഷ്ണ രജിത്തിനെ വിമർശിച്ചു. രജിത്തിന്റെ വാക്കും പ്രവൃത്തിയും രണ്ടാണെന്നും സായി കുറ്റപ്പെടുത്തി. കുറച്ചു ദിവസം മുമ്പ് നമ്മളെല്ലാം കണ്ടതാണ് രേണുസുതിയെ രജിത് കുമാർ ഭയങ്കരമായി ഉപദേശിക്കുന്നത്. ദാസേട്ടൻ കോഴിക്കോടുമായി ചേർന്ന് ചെയ്യുന്ന വീഡിയോകളുമായി ബന്ധപ്പെട്ടായിരുന്നു ഉപദേശം. നീ ദാസേട്ടനുമായി ചേർന്ന് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാൽ അയാൾ അവസാനം തുള്ളിച്ചാടി ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു പോകും. പെട്ടുപോകാൻ പോകുന്നത് നീയായിരിക്കും എന്നൊക്കെയായിരുന്നു ഉപദേശം. എന്നാൽ കഴിഞ്ഞ ദിവസം കുറച്ച് വീഡിയോകൾ ഞാൻ കണ്ടു. നിന്നെ വിട്ട് കാശാകുന്ന ആളുകൾ സോഷ്യൽ മീഡിയയിലുമുണ്ട് എന്നൊക്കെയുള്ള ഡയലോഗാണ് മുമ്പ് രജിത് കുമാർ രേണുവിനോട് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അതേ സോഷ്യൽ മീഡിയ ചാനലുകൾക്ക് മുന്നിൽ രേണുവിനെ വെച്ച് കുൽസിത വർത്തമാനവും ഡയലോഗുമാണ് രജിത് കുമാർ അടിക്കുന്നത്. ഡബിൾ മീനിങ്ങുള്ള വീഡിയോകൾ കിട്ടിയില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന രീതിയിലാണ് മീഡിയ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഡബിൾ മീനിങ് ഡയലോഗുകൾ രേണുവും നിലനിൽപ്പിനെ കരുതി ചിരിച്ചു തള്ളുന്നതായി തോന്നി. നിഷ്കളങ്കമായ രീതിയുമാകാം. അതുപോലെ റാമ്പ് വാക്കിനിടെ രേണുവിനെ വലിച്ച് അടുപ്പിച്ച് പിടിക്കുന്നുമുണ്ട് രജിത് കുമാർ. ആ ചേർത്ത് പിടിക്കൽ സ്ക്രിപ്റ്റിലുള്ളതാണെന്ന് തോന്നുന്നില്ല. രജിത്ത് കയ്യിൽ നിന്നും വിട്ടതാവും. രേണുവിനെ ഉപദേശിച്ചാൽ തന്നെയാണ് ഇത്തരം പ്രവൃത്തികൾ മീഡിയ അറ്റൻഷനു വേണ്ടി കാണിച്ചു കൂട്ടുന്നത്. രേണുസുതി വ്യൂവർഷിപ്പുള്ള മെറ്റീരിയലാണെന്ന് രജിത്തിന് മനസ്സിലായി. അവസരം കിട്ടിയപ്പോൾ അയാൾ അത് ഉപയോഗിക്കുകയും ചെയ്തു. പിന്നെ എന്തിനാണ് കുറച്ചു ദിവസം മുമ്പ് ഇയാൾ രേണുവിനെ ഉപദേശിച്ചത്? അന്ന് അയാൾ മീഡിയയ്ക്ക് മുന്നിൽ മാസാകാൻ നോക്കി. പക്ഷെ ഒത്തില്ലെന്ന് മനസ്സിലായപ്പോൾ അയാൾ പതിയെ സ്വഭാവം മാറ്റി. രജിത് കുമാർ ആനക്കുറുക്കനാണ്. ബിഗ് ബോസിലുള്ള സമയത്ത് തന്നെ അത് മനസ്സിലായെന്നും സായി പറയുന്നു. സ്ത്രീ എന്ന പരിഗണന പോലും കൊടുക്കാത്ത തരത്തിലുള്ളതായിരുന്നു രജിത് കുമാറിന്റെ സംസാരം. നിലവാരമില്ലാത്ത രജിത്തിന്റെ സംസാരത്തിനെതിരെ പ്രതികരിക്കാതെ സമീപത്ത് ചിരിച്ചുകൊണ്ട് നിന്നതിന് രേണുവിനെയും ആളുകൾ വിമർശിക്കുന്നുണ്ട്. അഭിനയം പ്രൊഫഷനായി കൊണ്ടു നടക്കാൻ ഇഷ്ടപ്പെടുന്നയാളാണ് രജിത് കുമാർ. രേണുവിനൊപ്പം പുതിയ സിനിമയിൽ രജിത്തുമുണ്ട്. ബിഗ് ബോസ് സീസൺ 2 മത്സരാർത്ഥിയായി പങ്കെടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണ രജിത്തിനായിരുന്നു. എന്നാൽ ആ സീസൺ ഫിനാലയ്ക്ക് മുമ്പ് അണിയറ പ്രവർത്തകർ അവസാനിപ്പിച്ചു. രജിത്ത് പുറത്തായപ്പോൾ ആരാധകരെല്ലാം ബിഗ് ബോസ് ഷോ അണിയറ പ്രവർത്തകർക്കെതിരെ അന്ന് രംഗത്തെത്തിയിരുന്നു.